നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്നുള്ള എസ്സേ ആണ്. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്നുള്ള ഹാർഡിൻ ജോൺസിൻ്റെ എസ്സേ ആണ്. അപ്പോൾ എസ്സേ പഠിക്കുന്നതിനേക്കാളും തൊട്ട് മുൻപ് നമുക്ക് ഓഥറിനെ പറ്റി മനസ്സിലാക്കാം. അപ്പോൾ ഹാർഡിൻ ബ്ലെയർ ജോൺസ്, അദ്ദേഹം ലോസ് ഏഞ്ചൽസ് കാലിഫോർണിയയിലാണ് ജനിച്ചത്. അദ്ദേഹം മെഡിക്കൽ ഫിസിക്സിലെ ഫിസിയോളജിയിലും പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഡോണർ ലബോറട്ടറി, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ഡോണർ ലബോറട്ടറിയുടെ ഡയറക്ടർ കൂടിയായിരുന്നു. അപ്പം അദ്ദേഹം ശരിക്കും ഈ എസ്സേ എഴുതുന്നത് നമുക്കൊരു വാർണിംഗ് തരാൻ വേണ്ടിയിട്ടാണ്. കാരണം മോഡേൺ സൊസൈറ്റി കൂടുതലും ഡ്രഗ്സിനോട് വല്ലാത്തൊരു അഭിനിവേശം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് ശരിക്കും നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കും എന്നുള്ള ഒരു മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു എസ്സേ എഴുതുന്നത്. ഇനി നമുക്ക് ഈ എസ്സേയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. ഡ്രഗ്സ് ഹാവ് ബീൻ ഡിസ്കവേർഡ് ടു പ്രിവെൻറ്റ് ആൻഡ് ക്യൂർ ഫിസിക്കൽ ഡിസീസസ് ആൻഡ് റിവേഴ്സ് ദ ഡിസ്റ്റർബൻസസ് ദാറ്റ് ഒക്കർ ഇൻ സം മെൻ്റൽ ഇൽനെസ്സസ്. സോ ഡ്രഗ്സ് എന്നുള്ള പറയുന്നത് ഇവിടെ മെഡിസിൻ എന്നുള്ള സെൻസിലാണ് ആദ്യം യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം മെഡിസിൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ് ഡിസ്കവർ ചെയ്തത് നമ്മുടെ ഫിസിക്കൽ ഡിസീസസും അതുപോലെ മെൻ്റൽ ഡിസ്റ്റർബൻസസും ക്യൂർ ചെയ്യും എന്നുള്ളൊരു പോസിറ്റീവ് സൈഡുള്ളത് കൊണ്ടാണ് ഡ്രഗ്സ് ഡിസ്കവർ ചെയ്തത്. Excitement over what drugs can do has led people to believe that any ailment, infective or psychic, can be relieved by taking a pill. ഡ്രഗ്സ് കണ്ടുപിടിച്ച എക്സൈറ്റ്മെൻറ്റിൽ ആൾക്കാർ വിശ്വസിക്കാൻ തുടങ്ങി ഏതൊരു ചെറിയ അസുഖമായാലും, അത് മനസ്സിനെയോ ശരീരത്തിനെയോ ബാധിക്കുന്ന ഏതൊരു ചെറിയ അസുഖമായാലും ഒരു പിൽസ് കഴിച്ചത് കൊണ്ട് എല്ലാത്തിൽ നിന്നും മോചനം കിട്ടും, ആ അസുഖത്തിൽ നിന്നും മോചനം കിട്ടുമെന്ന് ആൾക്കാർ വിശ്വസിക്കാനായിട്ട് തുടങ്ങി. അറ്റ് ദ ഫസ്റ്റ് സൈൻ ഓഫ് നെർവസ്നെസ് ദേ ട്രൈ പെപ്പ് പിൽസ്. പെപ്പ് പിൽസ് എന്ന് വെച്ചാൽ എനർജി പിൽസ് ആണ്. അതായത് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് പെപ്പ് പിൽസ് കഴിക്കുന്നുടനെ അവർ ആക്റ്റീവായിട്ട് മാറും. അപ്പോൾ അങ്ങനത്തെയുള്ള പിൽസ് ഒരു സ്ട്രെസ്സ് വരുന്ന ആ ഒരു ഫസ്റ്റ് മൊമെൻറ്റിൽ തന്നെ ആൾക്കാർ ആ പിൽസ് കഴിക്കുന്നു. അവർക്ക് ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് ഒരു റിലീഫ് കിട്ടുന്നു. അപ്പം ആൾക്കാർ ആദ്യം തന്നെ പെപ്പ് പിൽസ് ട്രൈ ചെയ്ത് തുടങ്ങി. മെഡിക്കൽ ജേർണൽസ് നൗ അഡ്വർടൈസ് ട്രാങ്കുലൈസേഴ്സ് ആൻഡ് ആംഫെറ്റമൈൻസ് ആൻഡ് അതർ മൂഡ് ആൾട്ടറിംഗ് ഡ്രഗ്സ്. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ദം ആൻഡ് ദ പബ്ലിക് എക്സ്പെക്ട്സ് മിറാക്കിൾ ഫ്രം ദം. അതുകൂടാണ്ട് മെഡിക്കൽ ജേർണൽസ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇങ്ങനെയുള്ള പിൽസിനെ പറ്റി അഡ്വർടൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് ട്രാങ്കുലൈസേഴ്സിനെ പറ്റി, ആംഫെറ്റമൈൻസിനെ പറ്റി, അതുപോലെ മറ്റ് മൂഡ് ഓൾട്ടറിങ് ഡ്രഗ്സിനെ പറ്റിയിട്ട്. ട്രാങ്കുലൈസേഴ്സും ആംഫെറ്റമൈൻസും എന്താണ് എന്നുള്ളത് താഴെ നമ്മുടെ മീനിങ് സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ മെൻ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടാബ്ലറ്റ്സ് ആണ്, പിൽസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ട്സ് ഫോർ മേക്കിംഗ് ഡ്രഗ്സ് ആണ്. അതുപോലെ ട്രാങ്കുലൈസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെർവസ്നെസ് ഒക്കെ അകറ്റുന്ന പിൽസിനെയാണ് ട്രാങ്കുലൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാർ വിശ്വസിച്ച് തുടങ്ങിയത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ ജേർണൽസിൽ വന്നതോടുകൂടി ആൾക്കാർ കൂടുതൽ ഇതിലേക്ക് എത്തിത്തുടങ്ങി. ഇങ്ങനെയുള്ളത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നൊരു ചിന്തയിലേക്ക് ആൾക്കാർ എത്തിത്തുടങ്ങി. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ദം ആൻഡ് പബ്ലിക് എക്സ്പെക്ട്സ് മിറാക്കിൾ ഫ്രം ദം. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാനായിട്ട് തുടങ്ങി. ആൾക്കാർ അതിൽ നിന്ന് അത്ഭുതങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് തുടങ്ങി. ചെറിയൊരു മെൻ്റൽ ഇൽനെസ് അല്ലെങ്കിൽ ചെറിയൊരു ടെൻഷൻ വരുമ്പോൾ തന്നെ, ചെറിയൊരു പെയിൻ വരുമ്പോൾ തന്നെ ആൾക്കാർ ഇതുപോലുള്ള ടാബ്ലറ്റ്സ് എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് സഡൻ റിലീഫാണ് അല്ലേ. സഡൻ റിലീഫ് ആകുമ്പോഴത്തേക്കും ആൾക്കാർ വിചാരിക്കുന്നു നല്ല പിൽസാണ്, അതുകൊണ്ട് വീണ്ടും പ്രശ്നങ്ങൾ വരുമ്പോൾ, വീണ്ടും അസുഖങ്ങൾ വരുമ്പോൾ അവർ ഇതേ പിൽസ് തന്നെ വാങ്ങി യൂസ് ചെയ്യാനായിട്ടും തുടങ്ങി. ഇൻ സച്ച് ആൻ അറ്റ്മോസ്ഫിയർ ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ് ദാറ്റ് ഡ്രഗ് അബ്യൂസ് ഹാസ് സ്പ്രെഡ്. ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ദുരുപയോഗം, ഈ മരുന്നിൻ്റെ ദുരുപയോഗം കൂടിയതിനെ നമുക്ക് ഒരിക്കലും ഒരു സർപ്രൈസ് ആയിട്ട് കാണാൻ പറ്റില്ല. കാരണം ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് തുടങ്ങി, ആൾക്കാർ ഒരുപാട് യൂസ് ചെയ്യാൻ തുടങ്ങി, മെഡിക്കൽ ജേർണൽസിൽ വരെ ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് വരാൻ തുടങ്ങി. സോ പബ്ലിക്കിന് ഇതിനെപ്പറ്റി അറിവുണ്ടായി തുടങ്ങി, അവർ വാങ്ങിച്ച് ഉപയോഗിക്കാനും തുടങ്ങി. When people become dependent on drugs to solve their problems, they lose the capacity to deal with life situations to perseverance, self-discipline and mental effort. ആൾക്കാർ ഡ്രഗ്സിൽ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഈ ഡ്രഗ്സിന് കഴിയും എന്നൊരു വിശ്വാസം അവർക്ക് വന്നു. അതിനോടൊപ്പം ലൈഫിലെ പല സാഹചര്യങ്ങളും സമാധാനത്തോടു കൂടിയും അതുപോലെ സെൽഫ് ഡിസിപ്ലിനായിട്ടും മെൻ്റൽ എഫോർട്ടും ഒക്കെ കൊണ്ട് പരിഹരിക്കേണ്ട പല കാര്യങ്ങളും ഡ്രഗ്സ് കൊണ്ട് പരിഹരിക്കുവാനായിട്ടും തുടങ്ങി. ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തന്നെ അതിനെ ഫേസ് ചെയ്യാതെ ഉടനെ ഒരു ഡ്രഗ്സ് എടുത്ത് കഴിച്ച് അവർ സിറ്റുവേഷൻസ് ഒന്ന് നോർമലാക്കി കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു. It is now
often considered naive to expend energy on solving a problem where there is an easy way out. സോ കാര്യങ്ങൾ പരിഹരിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള വഴി കിടന്നിട്ട് പോലും ആൾക്കാർ അതൊന്നും ചെയ്യാതെ അന്നേരത്തെ ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഡ്രഗ്സിനെ ആശ്രയിച്ചു തുടങ്ങി. ഇറ്റ് ഈസ് എ സിമ്പിൾ സ്റ്റെപ്പ് ഫ്രം ലുക്ക് വാട്ട് ഡ്രഗ്സ് ഡു ഫോർ മീ വെൻ ഐ ഫീൽ ഡിപ്രസ്ഡ് ടു ഇമാജിൻ വാട്ട് ഡ്രഗ്സ് ക്യാൻ ഡു ഫോർ മീ വെൻ ഐ ഫീൽ ഗുഡ് ഓൾറെഡി. ആൾക്കാർ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി. അതായത് എനിക്ക് ഡിപ്രഷൻ വരുമ്പോൾ ഡ്രഗ്സ് എനിക്ക് സന്തോഷം നൽകുന്നു. അപ്പോൾ സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് ഡ്രഗ്സ് കഴിച്ചാൽ കൂടുതൽ കൂടുതൽ സന്തോഷം എന്നിലേക്ക് വരുമായിരിക്കും. അങ്ങനെ ആൾക്കാർ ചിന്തിച്ച് തുടങ്ങി. അങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്യാൻ ഡ്രഗിൻ്റെ അബ്യൂസ് കൂടി വന്നു. A distinction must be made, however, between drugs and the medicines and the essential drugs. We must not disdain the real importance and important advances science has made. The history of the medical use of drugs goes back 23 centuries to Hippocrates, the Greek physician who is regarded as the father of medicine. He was the first to recognize that a remedy must take into account not only the symptoms of the disease but also the constitution and habits of the patients. So, നമുക്ക് മെഡിസിൻസും ഡ്രഗ്സും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ജനറലി ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ മെഡിസിൻസിനെ തന്നെയാണ് പറയുന്നത്. എങ്കിലും സെൻഷ്യൽ ഡ്രഗ്സും മെഡിസിൻസും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. ശരിക്കും ഇതിൻ്റെ ഒരു ഹിസ്റ്ററി, ഡ്രഗ്സിൻ്റെ ഒരു ഹിസ്റ്ററി വന്നത് ഹിപ്പോക്രറ്റസിൻ്റെ സമയം മുതൽ തന്നെയാണ്. ഹിപ്പോക്രറ്റസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ഫിസിഷ്യനാണ്. അദ്ദേഹത്തെയാണ് നമ്മൾ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് ഒരു അസുഖത്തെ ചികിത്സിക്കേണ്ടത് അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ വെച്ച് മാത്രമല്ല, ആ അസുഖം വന്ന ആളുടെ മെൻ്റൽ കണ്ടീഷൻ കൂടി മനസ്സിലാക്കിയിട്ട്, അയാളുടെ സ്വഭാവം, അയാളുടെ ഹാബിറ്റ്സ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ചികിത്സിക്കേണ്ടത് എന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. അപ്പം ശരിക്കും പറയല്ലേ, അസുഖത്തെ മാത്രമല്ല, അസുഖം വന്ന ആളിനെ കൂടി നമ്മൾ ചികിത്സിക്കണം, എങ്കിൽ മാത്രമേ ആ അസുഖം മാറുകയുള്ളൂ എന്ന് പറയാം. അപ്പം ആ ഒരു തത്വം ആദ്യം കൊണ്ടുവന്നത് ഹിപ്പോക്രറ്റസ് ആണ്. ഹിസ് പ്രിൻസിപ്പിൾസ് ഹാവ് കം ഡൗൺ ടു അസ് ആസ് ദ ഡിക്റ്റം ദാറ്റ് ദ മെഡിസിൻ മസ്റ്റ് സ്പെസിഫിക്കലി സ്യൂട്ട് ദ ഡിസീസ് ആൻഡ് ദ പേഷ്യൻസ്. ആ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇങ്ങനെ ഒരു കാര്യം വന്നത്. അതായത് മെഡിസിൻ എന്ന് പറയുന്നത് അസുഖത്തിനും രോഗിക്കും സ്യൂട്ട് ചെയ്യുന്നതായിരിക്കണം. അസുഖത്തിന് മാത്രം സ്യൂട്ട് ചെയ്യുന്ന മെഡിസിൻ കൊടുത്താൽ അത് രോഗിക്ക് ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? രോഗിക്കും അതുപോലെ അസുഖത്തിനും ഒരേപോലെ സ്യൂട്ടാവുന്ന മരുന്ന് വേണം കൊടുക്കാൻ. ദാറ്റ് ഈസ് വെൻ ദർ ഇസ് എ ഡിസോർഡർ ഓൺലി എ ഡ്രഗ് ദാറ്റ് സ്പെസിഫിക്കലി മിറ്റിഗേറ്റ്സ് ദാറ്റ് ഡിസോർഡർ ഷുഡ് ബി യൂസ്ഡ്. അതായത് ഒരു ഡിസോർഡർ ഉണ്ടാവുമ്പോൾ, ഒരു അസുഖം ഉണ്ടാവുമ്പോൾ ഡ്രഗ് ഓൺലി എ ഡ്രഗ് ദറ്റ് സ്പെസിഫിക്കലി മിറ്റിഗേറ്റ്സ് ദാറ്റ് ഡിസോർഡർ ഷുഡ് ബി യൂസ്ഡ്. ആ ഒരു ഡിസോർഡറിനെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രഗ് വേണം കൊടുക്കാനായിട്ട്. ദി ഡ്രഗ് ഷുഡ് ഓൾസോ ഹാവ് റിസ്റ്റോറേറ്റീവ് ഇഫക്ട്സ് ഓർ ഇറ്റ് വിൽ അൺബാലൻസ് ഹെൽത്തി ഫങ്ഷൻസ് ഓഫ് ബ്രെയിൻ ആൻഡ് ദ ബോഡി. ആ ഡ്രഗ്സിന് എന്തുകൂടി വേണം? റീസ്റ്റോറേറ്റീവ് ഇഫക്റ്റ് കൂടി വേണം. അതായത് അസുഖം വന്ന ഒരാൾ മരുന്ന് കഴിക്കുമ്പോൾ ആ അസുഖം മാറിക്കഴിഞ്ഞാൽ അയാളുടെ പഴയ സ്ഥിതിയിലേക്ക് അയാൾ പോകണം. അങ്ങനെ ഒരു ഇഫക്റ്റും കൂടി വേണം. അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് ബ്രെയിനിനെയും ബോഡിയെയും ഒരുപോലെ ബാധിക്കും. The correlative of this principle is that a healthy person cannot benefit from taking a drug. അതിനർത്ഥം ആരോഗ്യമുള്ള ഒരാൾ ഒരിക്കലും ഡ്രഗിൻ്റെ സഹായത്തോടെ ഒന്നും നേടാൻ പാടില്ല. അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോൾ അയാൾ ഉടനെ ഡ്രഗിനെ യൂസ് ചെയ്തിട്ടായിരിക്കരുത് റിലീഫ് നേടേണ്ടത്. പകരം അയാളുടെ മെൻ്റൽ സ്ട്രെയിൻ, നമ്മൾ മാനസികമായിട്ട് ചിന്തിക്കണം. ഒരു പ്രശ്നം വരുമ്പോൾ എനിക്കത് ഫേസ് ചെയ്യാൻ കഴിയും, അല്ലാതെ മയക്കുമരുന്നിലോ അതിലോ അല്ലെങ്കിൽ മെഡിസിനിലോ ഒന്നുമല്ല ആശ്വാസം കണ്ടെത്തേണ്ടത്. This too comes from Hippocrates, who said, "Person in good health quickly lost strength by taking purgative medicines." അപ്പം ഹിപ്പോക്രട്ടസിൻ്റെ വാചകത്തിൽ നിന്നാണ് ഈ ഒരു ഐഡിയ വന്നത്. അതായത് ഒരാൾക്ക് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ആ മരുന്ന് ഉപയോഗിച്ച ശേഷം അയാളുടെ അസുഖം മാറിക്കഴിയുമ്പോൾ അയാളുടെ പഴയ സ്റ്റേറ്റിലേക്ക് അയാൾ വരണം. 2, ഒരാൾ ഹെൽത്തി ആയിട്ടുള്ളൊരു വ്യക്തി ഒരിക്കലും മരുന്നിൻ്റെ സഹായത്തോടു കൂടി വീണ്ടും വീണ്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കാമെന്നതിനെ പറ്റി ചിന്തിക്കരുത്. അങ്ങനെ 2 കാര്യങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും ഹിപ്പോക്രട്ടസ് പറയുന്നത് എന്താണ്? പേഴ്സൺസ് ഇൻ ഗുഡ് ഹെൽത്ത്, നല്ല ആരോഗ്യത്തിലുള്ള വ്യക്തികൾ ക്വിക്ക്ലി ലോസ് ദെയർ സ്ട്രെങ്ത്, അവരുടെ ആരോഗ്യം നഷ്ടപ്പെടും. എങ്ങനെയാണ്? ബൈ ടേക്കിംഗ് പർഗേറ്റീവ് മെഡിസിൻസ്. ഇങ്ങനെയുള്ള മെഡിസിൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
നല്ല ആരോഗ്യമുള്ളൊരു വ്യക്തിയുടെ ആരോഗ്യം നഷ്ടമാകും. അപ്പം നല്ല ആരോഗ്യമുള്ള വ്യക്തികൾ ഒരിക്കലും ഇങ്ങനത്തെ മെഡിസിൻസ് യൂസ് ചെയ്യാൻ പാടില്ല. ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മെഡിസിൻസ് ആൻഡ് സെൻഷ്യൽ ഡ്രഗ്സ് ഇസ് സിമ്പിൾ. അതായത് മെഡിസിൻസും അതുപോലെ ഈ സെൻഷ്യൽ ഡ്രഗ്സും തമ്മിലുള്ള വ്യത്യാസം വളരെ സിമ്പിളാണ്. സെൻഷ്യൽ ഡ്രഗ്സ് ആർ ദോസ് ദാറ്റ് ബോഡി ഹാസ് നോ നീഡ് ഫോർ ബട്ട് ദാറ്റ് ഗീവ്സ് ദ യൂസർ എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലഷർ. സെൻഷ്യൽ ഡ്രഗ്സ് എന്ന് പറയുന്നത് എന്താണ് എന്നാണ് പറയുന്നത്. സെൻഷ്യൽ ഡ്രഗ്സ് ശരിക്കും ശരീരത്തിന് ആവശ്യമുള്ള മെഡിസിൻ അല്ല, പകരം അത് യൂസ് ചെയ്യുന്ന ആൾക്ക് മാനസികമായിട്ടൊരു സന്തോഷം നൽകുന്നു. അത് അഫക്റ്റ് ചെയ്യുന്നത് ബ്രെയിനിനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. സെൻഷ്യൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് മാനസികമായിട്ടൊരു സന്തോഷം ലഭിക്കുന്നു. സെൻഷ്യൽ ഡ്രഗ്സ് ആക്ടിവേറ്റ് ദ ബ്രെയിൻസ് പ്ലഷർ സെൻറ്റേഴ്സ്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെൻഷ്യൽ ഡ്രഗ്സ് കഴിക്കുമ്പോൾ അത് അഫക്റ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? നമ്മുടെ പ്ലഷർ സെൻറ്റേഴ്സിനെയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ്. സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും അങ്ങനെ സകല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ്. ഈ സെൻഷ്യൽ ഡ്രഗ്സ് ഇങ്ങനെയുള്ള പ്ലഷർ സെൻറ്ററുകളെയാണ് ബാധിക്കുന്നത്, അതിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. വി ഡു നോട്ട് നോ ഹൗ പ്രിസൈസ്ലി ഹൗ ദേ ഡു ദിസ്, whether they stimulate the pleasure centers directly or activate them through chemical mimicry. In this text, I will refer to both possibilities as stimulation. നമുക്കൊരിക്കലും കൃത്യമായി പറയാൻ പറ്റില്ല എങ്ങനെയാണ് ഈ മെഡിസിൻസ് നമ്മുടെ പ്ലഷർ സെൻറ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതെന്നൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാം, പ്ലഷർ സെൻറ്റേഴ്സിനെ ഇത് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ടെക്സ്റ്റിൽ അദ്ദേഹം ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ട് പറയാമെന്നാണ് പറയുന്നത്. ബ്രെയിൻ ഗവേൺസ് സെൻസേഷൻസ്, മൂഡ്സ്, തോട്ട്സ് ആൻഡ് ആക്ഷൻസ്. നമുക്കറിയാം, ബ്രെയിനാണ് നമ്മുടെ സെൻസേഷൻസും മൂഡ്സും തോട്ട്സും ആക്ഷൻസും എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നോട്ട് ബൈ എ മാജിക്കൽ പ്രോസസ് ബട്ട് ബൈ ആൻ ഇൻക്രെഡിബിളി കോംപ്ലക്സ് സീരീസ് ഓഫ് കെമിക്കലി റെഗുലേറ്റഡ് കൺട്രോൾസ്. ശരിക്കും ഇത് എങ്ങനെയാണ് നടക്കുന്നത്? ഒരു മൂഡ്സിനെയും തോട്ട്സിനെയും ഒക്കെ ഒരു മാജിക് കൊണ്ടൊന്നും അല്ല അത് കൺട്രോൾ ചെയ്യുന്നത്. സീരീസ് ഓഫ് കെമിക്കലി റെഗുലേറ്റഡ് കൺട്രോൾസ്, 100 കണക്കിന് അല്ലെങ്കിൽ കുറേ കോംപ്ലക്സ് ആയിട്ടുള്ള കെമിക്കലി റെഗുലേറ്റഡ് കൺട്രോൾസ് കൊണ്ടാണ്. ദീസ് ആർ ഈസിലി അപ്സെറ്റ് ബൈ സെൻഷ്യൽ ഡ്രഗ്സ്. സെൻഷ്യൽ ഡ്രഗ്സ് കഴിക്കുന്നതോടുകൂടി ഇതിനെയാണ്, അതായത് നമ്മുടെ ഇങ്ങനെയുള്ള കെമിക്കലി റെഗുലേറ്റഡ് കൺട്രോൾസിനെയാണ് അല്ലെങ്കിൽ ആക്ഷൻസിനെയാണ് ഇത് ബാധിക്കുന്നത്. ദിസ് ഡിസ്റ്റർബൻസ് ഇസ് അപ്പയറൻറ്റ് ഇൻ ദ ഇഫക്റ്റ് ഓഫ് സെൻഷ്യൽ ഡ്രഗ്സ് ഓൺ ദ മെക്കാനിസംസ് ദാറ്റ് കൺട്രോൾ പ്ലഷർ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ സന്തോഷമായാലും അല്ലെങ്കിൽ സങ്കടങ്ങളായാലും നമ്മുടെ വികാരങ്ങളായാലും ഒക്കെ ബ്രെയിനാണ് ശരിക്കും ഗവേൺ ചെയ്യുന്നത്. നമ്മുടെ മൂഡ്, നമ്മുടെ തോട്ട്, നമ്മുടെ ആക്ഷൻസ്, അതുപോലെ നമ്മുടെ സെൻസേഷൻസ് എല്ലാം ബ്രെയിനാണ് കൺട്രോൾ ചെയ്യുന്നത്. അത് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് പ്രവർത്തനങ്ങളിലൂടെയാണ് ലാസ്റ്റ് ബ്രെയിൻ അതെല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ദീസ് ആർ ഈസിലി അപ്സെറ്റ് ബൈ സെൻഷ്യൽ ഡ്രഗ്സ്. അപ്പോൾ ഡ്രഗ്സ് കഴിക്കുന്നതിലൂടെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെയാണ്. ദിസ് ഡിസ്റ്റർബൻസ് ഇസ് അപ്പാരൻറ്റ് ഇൻ ദ ഇഫക്റ്റ് ഓഫ് ദ സെൻഷ്യൽ ഡ്രഗ്സ് ഓൺ ദ മെക്കാനിസം ദാറ്റ് കൺട്രോൾ പ്ലഷർ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഈ ഡിസ്റ്റർബൻസസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ദിസ് ഡിസ്റ്റർബൻസ് ഇസ് അപ്പാരൻറ്റ് ഇൻ ദ ഇഫക്റ്റ് ഓഫ് ദ സെൻഷ്യൽ ഡ്രഗ്സ് ഓൺ ദ മെക്കാനിസം ദാറ്റ് കൺട്രോൾ പ്ലഷർ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ പ്ലഷറും സാറ്റിസ്ഫാക്ഷനും ഒക്കെ എന്ത് ചെയ്യുന്നു? ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് മൂലം പ്ലഷറും സാറ്റിസ്ഫാക്ഷനുമാണ് ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യപ്പെടുന്നത്. എ ഡ്രഗ് യൂസേഴ്സ് ക്രേവിംഗ് ഫോർ ദ ഡ്രഗ് കണ്ടിന്യൂസ് ബട്ട് ഹി ഫീൽസ് ലെസ് ആൻഡ് ലെസ് സാറ്റിസ്ഫാക്ഷൻ. ഒരാൾ ഡ്രഗ് ആദ്യം യൂസ് ചെയ്യുമ്പോൾ അയാൾക്ക് പ്ലഷറും അതുപോലെ സാറ്റിസ്ഫാക്ഷനും ഒക്കെ ആദ്യം കിട്ടും. പക്ഷേ പിന്നീട് യൂസ് ചെയ്ത് വരുമ്പോൾ ഡ്രഗ്സിനോടുള്ളൊരു ക്രേവിംഗ് ആയിരിക്കും. വീണ്ടും ഡ്രഗ്സ് യൂസ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയായിരിക്കും അവരുടെ ഉള്ളിൽ വരുന്നത്. പക്ഷേ അവർക്ക് കിട്ടുന്ന സന്തോഷവും അതുപോലെ സാറ്റിസ്ഫാക്ഷനും ഒക്കെ ആദ്യം കിട്ടിയിരുന്നതിൽ നിന്ന് വളരെ കുറഞ്ഞു വരും. പക്ഷേ ഡ്രഗ്സ് വീണ്ടും യൂസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടില്ലേ, ഡ്രഗ്സിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. കാരണം അവർക്ക് ആ പ്ലഷറും സാറ്റിസ്ഫാക്ഷനും ആദ്യം കിട്ടിക്കൊണ്ടിരുന്നത് പോലെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ലാസ്റ്റ് വന്നിട്ട് പാമ്പിനെയൊക്കെ വെച്ചിട്ട് കടിപ്പിക്കും എന്ന് കേട്ടിട്ടില്ലേ? നാക്കിൽ പാമ്പിനെയൊക്കെ വെച്ച് കടിപ്പിക്കും. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡ്രഗ്സ് അവർക്ക് ആവശ്യമായിട്ട് വരും. ഹിസ് ബ്രെയിൻസ് പ്ലഷർ റിഫ്ലക്സസ് സീം ടു ബി വീക്കൻഡ് ബൈ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷൻ. അപ്പോൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരാളുടെ ബ്രെയിനിൻ്റെ പ്ലഷർ റിഫ്ലക്സസ്, അതായത് പ്ലഷർ ഉണ്ടാക്കുന്ന ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷൻ വഴി കുറഞ്ഞു വരും. അതായത് ആർട്ടിഫിഷ്യലായിട്ടാണ് നമ്മൾ നമ്മുടെ ഉള്ളിൽ സന്തോഷവും അതുപോലെ തൃപ്തിയും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഉണ്ടാക്കുന്നത്. ശരിക്കും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതോടുകൂടി
ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ സന്തോഷം ഉണ്ടാക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ഡ്രഗ്സ് യൂസ് ചെയ്യണമെന്ന് തോന്നുന്നത്. ഇൻ സിവിയർ അഡിക്ഷൻ ദ പ്ലഷർ മെക്കാനിസം ഫെയിൽസ് ടു റെസ്പോണ്ട് ടു ഡ്രഗ് സ്റ്റിമുലേഷൻ. ഡ്രഗ്സ് യൂസ് ചെയ്ത് സിവിയർ ആയി കഴിയുമ്പോഴത്തേക്കും പ്ലഷർ മെക്കാനിസം ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടും വർക്ക് ചെയ്യാതെ ആവും. The drug then imparts only relative relief from misery and suspends the illness of withdrawal. അങ്ങനെ ഡ്രഗ്സിന് എന്താണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. നമുക്കൊരു വിഡ്രോവൽ സിംറ്റം നമ്മുടെ ഉള്ളിൽ വരും. എല്ലാത്തിൽ നിന്നും പിന്മാറാനുള്ളൊരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ വരും. അതായത് എവിടെയെങ്കിലുമൊക്കെ ഒതുങ്ങി കൂടി നിൽക്കാനുള്ള ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ വരും. ഇൻഫർമേഷൻ ഫ്രം ദ സെൻസസ് സ്റ്റിൽ റീച്ചസ് ദ ബ്രെയിൻ, ബട്ട് ദ ബ്രെയിൻ ഇസ് അൺഏബിൾ ടു ഇവാലുവേറ്റ് ദ ഇൻഫർമേഷൻ ആൻഡ് ഇന്റർപ്രറ്റ് ഇറ്റ് ആസ് പ്ലഷറബിൾ. സോ സ്റ്റിൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതായത് നമ്മുടെ സെൻസസിൽ നിന്ന് കിട്ടുന്ന കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വായിൽ നിന്നും ഒക്കെ ആ ഒരു സെൻസസ് കിട്ടില്ലേ, സെൻസ് ഓർഗൻസിൽ നിന്നും ആ ഒരു ഇൻഫർമേഷൻ ബ്രെയിനിലേക്ക് ചെല്ലും. പക്ഷേ ബ്രെയിനിന് അത് എന്താണെന്ന് മനസ്സിലാകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. കാരണം ഡ്രഗ്സ് യൂസ് ചെയ്ത് നമ്മുടെ ബ്രെയിനിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും തകരാറിലായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്ലഷറും സാറ്റിസ്ഫാക്ഷനും ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ തകരാറിലായി ഇരിക്കുകയാണ്. ആ സമയത്ത് ബ്രെയിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് വരും. ഇൻ കോൺട്രാസ്റ്റ് നാച്ചുറലി അറ്റൈൻഡ് പ്ലഷേഴ്സ് എൻലാർജ് ദ സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ക്യാൻ ബി റിപ്പീറ്റഡ് ഇൻഡെഫിനിറ്റ്ലി. നേരെ മറിച്ച് നമ്മൾ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനം പഴയതുപോലെ തന്നെയായിരിക്കും. പ്ലഷർ, സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. സെൻസ് ഓർഗൻസ് അതിന് ഇൻഫോർമേഷൻ കൊടുക്കുന്നു. അതുവഴി ബ്രെയിൻ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്, സന്തോഷവും അതുപോലെ സാറ്റിസ്ഫാക്ഷനും ഒക്കെ വീണ്ടും 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 അതിങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ ആ പ്രവർത്തനം നശിക്കുമെന്നാണ് പറയുന്നത്. Ultimately, the sensory deprivation of drug addicts manifests itself in a general feeling of physical discomfort and personality changes. ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരാളുടെ ആ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്ത് സിവിയർ ആകുമ്പോഴത്തേക്കും അയാൾക്ക് ഫിസിക്കലി ആൻഡ് മെൻ്റലി അയാളുടെ എല്ലാ കാര്യങ്ങളും ഡിസ്കംഫോർട്ടബിൾ ആയിട്ട് മാറും. അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും അവർക്ക് ഒന്നും കംഫർട്ടബിൾ അല്ലാതെ വരും. അതുപോലെ അവർക്ക് എന്ത് പറ്റുമെന്നാണ് പറയുന്നത്, അവരുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യും. അവരുടെ യഥാർത്ഥ പേഴ്സണാലിറ്റിയിൽ നിന്ന് മാറി അവരുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ഉണ്ടാവും. ദ അഡിക്റ്റ് ഫീൽസ് ഡിപ്രസ്ഡ് ആൻഡ് ഫെയിൽസ് ടു റെസ്പോണ്ട് എയ്തർ ടു ഹിസ് എൻവയോൺമെൻറ്റ് ഓർ ടു അതർ പീപ്പിൾ. ഒരു ഡ്രഗ് അഡിക്റ്റ് സിവിയർ ആയി കഴിയുമ്പോഴത്തേക്കും അയാൾക്കൊരു ഡിപ്രഷൻ ഫീലിംഗ് ആയിരിക്കും തോന്നുന്നത്. എല്ലാത്തിനോടും ഒരു വിരക്തി അയാൾക്ക് തോന്നും. അയാളുടെ പരിസ്ഥിതിയോടോ അല്ലെങ്കിൽ അയാളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരോടോ ഒക്കെ അയാൾക്ക് പെരുമാറാനായിട്ട് അറിയാതെ വരും. ഹിസ് മെൻ്റൽ ഡിസ്റ്റർബൻസസ് ക്യാൻ ബി ക്വയറ്റ് സിമിലർ ടു പാരനോയ. പാരനോയ മീൻസ് ഒരു മെൻ്റൽ ഡിസോർഡറാണ്. ആ മെൻ്റൽ ഡിസോർഡറിലേക്ക് അയാൾ ഇങ്ങനെ പതിയെ വഴിമാറുമെന്നാണ് പറയുന്നത്. അതായത് അങ്ങോട്ട് അയാൾ വരും. നമ്മൾ കണ്ടില്ലേ, ഡ്രഗ്സ് യൂസ് ചെയ്ത് അവസാനം ശരിക്കും മെൻ്റൽ ഇൽനെസ് ഉള്ള ഒരാൾക്കാരെ പോലെ ആയിരിക്കും ഡ്രഗ് അഡിക്ട്സും പെരുമാറുന്നത്. ഹി കനോട്ട് ഡിസൈൻ ദ സോഴ്സ് ഓഫ് ഹിസ് പ്രോബ്ലം ആൻഡ് ലുക്സ് ഫോർ ദ കോസ് ഇൻ എവറിത്തിങ് ബട്ട് ഹിംസെൽഫ്. അപ്പോൾ പാരനോയ മീൻസ് ഹലൂസിനേഷൻ എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങും കൂടി ഉണ്ട് കേട്ടോ. അതായത് ശരിക്കും ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് തോന്നുന്ന ഒരു അവസ്ഥ, അതിലേക്കൊക്കെ ഒരു സ്കീസോഫ്രീനിക് പോലത്തെ ഒരു അവസ്ഥയിലേക്കൊക്കെ അവർ മാറും. അതായത് ഇല്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു, അങ്ങനത്തെ ഒരു മെൻ്റൽ കണ്ടീഷനിലേക്ക് അവർ ചേഞ്ച് ആവും. അതുമാത്രമല്ല അവരെന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്, അവർ എനിത്തിങ് എക്സ്റ്റേണൽ ഇസ് സസ്പെക്ട്, എന്തും അവർക്ക് സംശയത്തോടു കൂടി മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. ഹി ഡ്രോസ് ഫോർദർ ആൻഡ് ഫോർദർ ഇൻ ടു ഹിംസെൽഫ്, തങ്ങളിലോട്ട് മാത്രം അവർ ഒതുങ്ങിക്കൂടാൻ തുടങ്ങും. അവർ ഇൻട്രോവേർട്ടായിട്ട് മാറാനായിട്ട് തുടങ്ങും. ദ അഡിക്റ്റ് ഓഫൺ ഫീൽസ് പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് ഹിം സ്ട്രേഞ്ച്ലി. മറ്റുള്ളവരെ കാണുമ്പോൾ ആ ഡ്രഗ് അഡിക്റ്റിന് തോന്നുന്നത് എന്താണ്, എല്ലാവരും തന്നെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ വളരെ വിചിത്രമായിട്ട് കാണുന്നു എന്നൊരു ഫീലിംഗ് ഈ ഡ്രഗ് അഡിക്റ്റിൻ്റെ ഉള്ളിലുണ്ടാവും. വൺ ടോൾഡ് മീ he was not sure when people smiled at him that they were not really laughing. അപ്പോൾ ശരിക്കും ഒരു ഇതേ ഒരു അവസ്ഥയുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, അതായത് ഈ റൈറ്റർ ഡോക്ടറാണ്. അപ്പം ഡോക്ടറിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്, എന്താണ്, ഒരു വ്യക്തി തന്നെ നോക്കി പുഞ്ചിരിച്ചപ്പോൾ കണ്ട് ജസ്റ്റ് പരിചയം കൊണ്ടുവന്ന് പുഞ്ചിരിച്ചപ്പോൾ അയാൾക്ക് തോന്നി എന്താണ്, തന്നെ കളിയാക്കി ചിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് അയാൾക്ക് തോന്നുന്നത്. ദ അഡിക്റ്റ് ക്യാൻ ഈവൻ ലൂസ് ഹിസ് സെൻസ് ഓഫ് ബീയിങ് എലൈവ്. താൻ ജീവിച്ചിരിക്കുകയാണ്, തനിക്ക് ജീവനുണ്ട് എന്നൊരു അവസ്ഥ പോലും തിരിച്ചറിയാൻ പറ്റാതെ അഡിക്റ്റിന് അങ്ങനെ മാറുന്നു. ഹി ഫീൽസ് ഡെഡ് ഇൻസൈഡ്, തൻ്റെ ഉള്ളിൽ താൻ മരിച്ചു എന്നൊരു ഫീലിംഗ് ആണ് വരുന്നത്. കാരണം അവർ എല്ലാത്തിൽ നിന്നും വിഡ്രോവൽ സിംറ്റം ഉണ്ടാവുന്നു, എല്ലാത്തിൽ നിന്നും പിന്മാറി അവർ അവരുടെ ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുകയാണ്.
One rehabilitated heroin addict described his sensory deprivation to me. Looked out of the window, he said, "The sun is shining, the flowers are in bloom. I know these are signs of a good day, but," pressing his chest, "I don't feel it in here." സോ ഒരു ഹെറോയിൻ യൂസ് ചെയ്തുകൊണ്ട് ഇരുന്ന ഡോക്ടറിൻ്റെ ഒരു പേഷ്യൻ്റ് ഒരു ദിവസം വിൻഡോയുടെ പുറത്തേക്ക് നോക്കിയിട്ട് ഡോക്ടറിനോട് പറഞ്ഞു, സൺ ഷൈൻ ചെയ്യുന്നുണ്ട്, ഫ്ലവേഴ്സ് എല്ലാം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്, അത് നല്ലൊരു ദിവസത്തിൻ്റെ സൈനാണ്. പക്ഷേ അദ്ദേഹം തൻ്റെ ചെസ്റ്റിലേക്ക് കൈവച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പ്രകൃതിയിലുണ്ടാകുന്ന ആ മനോഹര ദൃശ്യങ്ങളായാലും പ്രകൃതിയിലെ മാറ്റങ്ങളായാലും ഒന്നും ഒരു ഡ്രഗ് അഡിക്റ്റിന് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അയാളിലേക്ക് തന്നെ ഒതുങ്ങി പോവുകയാണ്. അയാളുടെ ചുറ്റും നടക്കുന്ന മാറ്റങ്ങൾ എന്താണെന്നോ കാര്യങ്ങളും ഒന്നും അയാൾക്ക് ഫീൽ ചെയ്യുന്നില്ല. ഐ ഹാവ് സീൻ addicts habitually press their fingers deep into their arms or legs as if to reassure themselves of their own reality. സോ തങ്ങൾ ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തങ്ങൾ ഈ റിയാലിറ്റിയിലുണ്ട്, തങ്ങൾ ഇപ്പോഴും പ്രസൻ്റ് ആണ് എന്ന് സ്വയം ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, ചിലപ്പോൾ ഫിംഗേഴ്സ് ആംസിലേക്ക് ഡീപ്പായിട്ട് പ്രസ് ചെയ്യുകയും കാലിലേക്ക് പ്രസ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് അവർ ഞങ്ങൾ ജീവനോടെ ഉണ്ട് എന്നൊന്ന് തിരിച്ചറിയുന്നു. കാരണം അവർക്ക് അതുപോലും അറിയാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മൾ പറയത്തില്ല, ഞാൻ സ്വപ്നത്തിലാണോ എന്നൊന്ന് നോക്കാൻ വേണ്ടി ഒന്ന് ഉള്ളി നോക്കിയെന്ന് പറയില്ലേ, അതേപോലെ ശരിക്കും റിയാലിറ്റി ആണോ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ പോലും അവർക്ക് അറിയാൻ പറ്റുന്നില്ല. ദിസ് ക്രേവിംഗ് ഫോർ ലോസ്റ്റ് sensations explain in part the addicts need to continue to seek drug-induced sensations. അതായത് ഈ ഒരു കാര്യം കൊണ്ടാണ്, ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ വീണ്ടും ഡ്രഗ്സ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം ചെറിയൊരു സന്തോഷം കിട്ടും, അപ്പോൾ അവർ വിചാരിക്കും ഇതാണ് ഏറ്റവും വലിയ കാര്യം എന്ന്. അപ്പോൾ അവർ ഡ്രഗ്സ് വീണ്ടും യൂസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഈ ഒരു സന്തോഷം അവർക്ക് ലഭിക്കാതെയാവും, പക്ഷെ ഡ്രഗ്സിനോടുള്ള ക്രേവിങ് കൂടി വരും. പിന്നെ പ്രകൃതിയിൽ നടക്കുന്ന പല കാര്യങ്ങളും, തൻ്റെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും അറിയാൻ പറ്റാതെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് റിയാലിറ്റിയിലേക്കൊന്ന് വരാൻ ഡ്രഗ്സ് യൂസ് ചെയ്തേ മതിയാവൂ എന്നൊരു രീതിയിലേക്ക് അവർ മാറി തുടങ്ങും. അതുകൊണ്ടാണ് അവർ വീണ്ടും ഡ്രഗ്സിലേക്ക് പോകുന്നത്. ഇഫ് ഡ്രഗ്സ് ഓഫേർഡ് എ സേഫ് ഫോം ഓഫ് പ്ലഷർ, there might be few objections to using them. However, the claims that they are safe must be recognized as fake in the face of the non-consequences of continued drug use. So, if drugs offered a safe form of pleasure, ഡ്രഗ്സ് നമുക്കൊരു സേഫ് പ്ലഷർ തരുവാണെങ്കിൽ പോലും അതിൻ്റെ കോൺസിക്വൻസസിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണമെന്നാണ് പറയുന്നത്. ഹവർ ദ ക്ലെയിംസ് ദാറ്റ് they are safe must be recognized as fake in the face of the non-consequences of continued drug use. ഇപ്പോൾ ഒരു ഡ്രഗ് നമുക്ക് തന്നിട്ട് അത് സേഫ് ആണെന്ന് പറഞ്ഞാൽ എന്തായാലും അതിലൊരു കോൺസിക്വൻസ് ഉണ്ടാവും. ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്ന എന്തൊരു കാര്യത്തിനും കോൺസിക്വൻസസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. Real dangers exist, although the drug user often assumes they do not, because the harmful side effects are not immediately apparent. ശരിക്കും റിയൽ ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ, ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള യഥാർത്ഥ അപകടം എന്താണെന്ന് വെച്ചാൽ, ഡ്രഗ് യൂസേഴ്സ് ഒരിക്കലും അറിയുന്നില്ല തങ്ങൾക്കുണ്ടാവുന്ന വ്യത്യാസങ്ങളെ പറ്റി അല്ലെങ്കിൽ മാറ്റങ്ങളെ പറ്റിയിട്ട്. അവർ വിചാരിക്കുന്ന എന്താണ്, ഇത് കുഴപ്പമില്ല, എനിക്ക് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് ഞാൻ അഡിക്റ്റ് ആയില്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സൈഡ് ഇഫക്ട്സ് അറിയണമെങ്കിൽ കുറേ നാളെടുക്കും. പെട്ടെന്നൊരു സൈഡ് ഇഫക്റ്റ് ഉണ്ടാവില്ല. ചിലർ പറയുന്ന കേട്ടില്ലേ, ഞാൻ എത്ര മദ്യപിച്ചാലും ഞാൻ അതിൻ്റെ ഒരു ഹാങ് ഓവറിലൊന്നും ഞാൻ ഇരിക്കില്ല, എന്നെ അത് ബാധിക്കുകയില്ല. പക്ഷെ ശരിക്കും അവരെ അത് ബാധിക്കുന്നുണ്ട്, അവരത് തിരിച്ചറിയാത്തതാണ്. അത് തിരിച്ചറിയണമെങ്കിൽ കുറേ നാൾ കഴിയും. Possible results range from incidental delirious effect to death from overdose. The dangers that lie between the extremes are the degeneration of health and the depletion of brain function. So, possible results മരണം തൊട്ട്, അതായത് ഭ്രാന്തമായ ഒരവസ്ഥ മുതൽ മരണം വരെ, ഭീകരമായ അവസ്ഥകൾ മുതൽ മരണം വരെ അതിൻ്റെ പോസിബിൾ റിസൾട്ട്സ് ആണ്. പക്ഷേ അതിൻ്റെ ഡേഞ്ചർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഹെൽത്തിനെ അത് ബാധിക്കുന്നു, അതുപോലെ നമ്മുടെ ബ്രെയിൻ്റെ ഫംഗ്ഷനെ ഡിപ്ലീറ്റ് ചെയ്യുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് മരണം സംഭവിക്കുന്നത്. നമ്മുടെ ബ്രെയിൻ്റെ ഫംഗ്ഷനെയും നമ്മുടെ ഹെൽത്തിനെയും എല്ലാം അത് ബാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവസാനം മാക്സിമം ഡ്രഗ്സ് യൂസ് ചെയ്ത് ഒന്നും പറ്റാത്ത അവസ്ഥയിലേക്ക് വീഴുമ്പോഴാണ് മരണത്തിലേക്ക് എത്തുന്നത്. ഡ്രഗ്സ് ആഫ്റ്റർ ഓൾ ആക്ട് ഡയറക്ട്ലി ഓൺ ദ ബ്രെയിൻ ആൻഡ് കോസ് മെൻ്റൽ മെക്കാനിസംസ് ടു റെസ്പോണ്ട് അബ്നോർമലി. അപ്പം ഡ്രഗ്സ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബ്രെയിനിനെയാണ് ബാധിക്കുന്നത്. ആൻഡ് കോസ് മെൻ്റൽ മെക്കാനിസം ടു റെസ്പോണ്ട് അബ്നോർമലി. നമ്മളെ അബ്നോർമലായിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഇത്
കാരണമാവുന്നു. കാരണം ബ്രെയിനിനെ ബാധിക്കുന്നു, നമ്മൾ അബ്നോർമലായിട്ട് കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നു. The risks are great for the persistent user. In particular, there is the danger that he will do himself a great deal of harm before the warning symptoms occur. ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തെ അത് ബാധിച്ചു, പക്ഷെ നമുക്കത് അറിയാൻ പറ്റില്ല. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ സിംറ്റംസ് ഒക്കറായി തുടങ്ങുന്നത്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. സോ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ആദ്യമൊന്നും അയാൾക്ക് സിംറ്റംസ് ഉണ്ടാവില്ല. അയാൾ വളരെ സന്തോഷമായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് തന്നെ മുന്നോട്ട് പോകും. പക്ഷെ കുറച്ച് കഴിയുന്ന ഉടനെ ഈ സന്തോഷിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും വീണ്ടും ഡ്രഗ്സിലേക്ക് പോവുകയും പിന്നെ ശരീരം തന്നെ ഓരോ കാര്യങ്ങൾ കാണിച്ചു തുടങ്ങും. ക്ഷീണം അനുഭവപ്പെടും, തലവേദന അനുഭവപ്പെടും, ശരിക്കും കണ്ണ് കുഴിഞ്ഞ് വരും. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ശരീരം തന്നെ ഇങ്ങനെ കുറേ ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസ് കാണിക്കും. പിന്നെ മെൻ്റൽ ചേഞ്ചസ് ഉണ്ടാവും, പിന്നെ ഹെൽത്ത് ചേഞ്ചസ് ഉണ്ടാവും. അങ്ങനെ സിംറ്റംസ് കൂടി വരും. ഡ്രഗ് റിലേറ്റഡ് ഹെൽത്ത് ഡിസോർഡേഴ്സ് ആർ മെനി ആൻഡ് വേരിയഡ്. ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹെൽത്ത് ഡിസോർഡേഴ്സ് അത് ഒരുപാടുണ്ടെന്നാണ് പറയുന്നത്. Dirty needles and solutions used for injecting drugs can cause abscesses in the arms and veins, liver diseases, venereal disease and infection of the kidneys and brains. So drugs ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഡേർട്ടി ആയിട്ടുള്ള നീഡിൽസ്, മറ്റൊരാൾ ഉപയോഗിച്ച നീഡിലോ അതല്ല എന്ന് വെച്ചാൽ ഡേർട്ടി ആയിട്ടുള്ള നീഡിൽസും സൊല്യൂഷൻസും ഒക്കെ ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്ക് ആ ഡ്രഗ്സ് കിട്ടണമെന്നേ ഉള്ളൂ. നീഡിൽ സേഫ് ആണോ അല്ലെങ്കിൽ മറ്റൊരാൾ യൂസ് ചെയ്തതാണോ അല്ലെങ്കിൽ പഴകിയ നീഡിലാണോ എന്നൊന്നും അവർ ശ്രദ്ധിക്കത്തില്ല. അവർക്ക് ഡ്രഗ്സ് മതി. അപ്പം ആ നീഡിൽസ് യൂസ് ചെയ്ത് ഡ്രഗ്സ് ഇഞ്ചെക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിലും വെയിനിലും ഒക്കെ ഓരോ പിമ്പിൾസ് വന്നിട്ട് അത് പഴുത്ത് അങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. പിന്നെ ലിവർ ഡിസീസ് ഉണ്ടാവും, അതുപോലെ വെനേറിയൽ ഡിസീസസ് ഉണ്ടാവും, ഇൻഫെക്ഷൻസ് ഉണ്ടാവും, കിഡ്നിയിലും ബ്രെയിനിലും ഒക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടാവും. സോ ആബ്സെസസ് എന്ന് വെച്ചാൽ പസ് ഉണ്ടാകുന്ന തരത്തിലുള്ള കുരു വന്നിട്ട് അതിൽ പഴുപ്പുണ്ടാവും, പിന്നെ അത് വ്രണമായിട്ട് മാറാം. അങ്ങനെയുള്ള കണ്ടീഷനാണ് ആബ്സെസസ് എന്ന് പറയുന്നത്. വെയിനിലും അതുപോലെ കയ്യിലൊക്കെ, കാരണം അവർ ഡേർട്ടി ആയിട്ടുള്ള നീഡിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്ത് കയ്യിൽ പിമ്പിൾസ് പോലെ വന്ന് പഴുത്ത് പൊട്ടും. പിന്നെ ലിവർ ഡിസീസസ് നിങ്ങൾക്ക് അറിയാം. പിന്നെ വെനേറിയൽ ഡിസീസസ് മീൻസ് സെക്ഷുവലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസസ് ആണ്. പിന്നെ കിഡ്നിക്കും ബ്രെയിനിനും ഒക്കെ ഇൻഫെക്ഷൻ ഉണ്ടാവും. സ്നിഫിംഗ് കൊക്കെയിൻ ആൻഡ് ആംഫിറ്റമിൻസ് can damage the tissue of the nose, and marijuana and tobacco smoking causes lung disease. So നിങ്ങൾക്കറിയാം സ്നിഫിങ്, അതായത് കൊക്കൈൻ സ്നിഫ് ചെയ്യുന്നതോടുകൂടി പല രീതിയിലല്ലേ നമ്മൾ മയക്കുമരുന്ന് യൂസ് ചെയ്യുന്നത്. ചിലർ ഇങ്ങനെ മണപ്പിച്ചുകൊണ്ടായിരിക്കും ചിലർ ഈ ഇതുപോലുള്ള മയക്കുമരുന്നുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്തുണ്ടാവുമെന്നാണ് പറയുന്നത്, നോസിൻ്റെ ടിഷ്യൂസിനെ അത് ബാധിക്കും. പിന്നെ മരിജുവാന, ടുബാക്കോ പോലുള്ള സ്മോക്കിങ് ലങ്സിനെ ബാധിക്കും. ഹെവി യൂസസ് ഓഫ് ആൽക്കഹോൾ, വോൾട്ടൈൽ സോൾവെൻറ്റ്സ്, ആംഫിറ്റമിൻസ് ഓർ മരിജുവാന മേ ഫൈൻഡ് ദാറ്റ് ദർ ലിവേഴ്സ് ആർ പെർമനൻ്റ്ലി ഡാമേജ്. സോ ഇങ്ങനെ ഒരുപാട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവരായാലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർക്കുമൊക്കെ എന്ത് സംഭവിക്കുന്നതാണ് പറയുന്നത്, ലിവർ ഡിസോർഡേഴ്സ് സംഭവിക്കും. ലിവർ പെർമനൻ്റ് ആയിട്ട് ഡാമേജ് ആവും. ലിവർ സിറോസിസ് ഒക്കെ വരുമെന്ന് പറയത്തില്ലേ, ഇതാണ് ആ കണ്ടീഷൻ. ബേബീസ് ഓഫ് വിമൻ അഡിക്റ്റഡ് ടു ഒപ്പൈറ്റ്സ് ആർ ലൈക്ലി ടു ബി ബോൺ അഡിക്റ്റഡ് ആൻഡ് ടു സഫർ ഫ്രം വിഡ്രോവൽ സിംറ്റംസ്. അപ്പോൾ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അവർ ഡ്രഗ്സ് യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങളിൽ എന്തുണ്ടാവും, ജന്മനാൽ തന്നെ അവർക്ക് ഒരു വല്ലാത്തൊരു വിഡ്രോവൽ സിംറ്റവും അവരൊരുമാതിരി അഡിക്സിനെ പോലെ പെരുമാറാനും തുടങ്ങും. ദെൻ കൊക്കെയിൻ ആൻഡ് ആംഫിറ്റമൈൻസ് ക്യാൻ കോസ് ഹെയർ ടു ഫോൾ ഔട്ട്. കൊക്കെയിനും ആംഫിറ്റമൈൻസും എന്തിന് കോസ് ചെയ്യുമെന്ന് പറയുന്നു, ഹെയർ ഫോളിന് കാരണമാകും. Recent research has indicated that marijuana can damage cells. പുതിയ റിസർച്ച് അനുസരിച്ചിട്ട് marijuana യൂസ് ചെയ്യുമ്പോൾ സെൽസിന് ഡാമേജ് ഉണ്ടാവും. എ ഡ്രഗ് യൂസേഴ്സ് വേ ഓഫ് ലൈഫ് മേക്സ് ഹിം മോർ സസ്പെക്റ്റബിൾ ടു ന്യൂമോണിയ, ട്യൂബർക്ലോസിസ്, മാൽന്യൂട്രീഷൻ ആൻഡ് വെയ്റ്റ് ലോസ്. അതുപോലെ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളുടെ അയാളുടെ ഒരു ആരോഗ്യസ്ഥിതി നോക്കുകയാണെങ്കിൽ അയാൾക്ക് ന്യൂമോണിയയും ട്യൂബർക്ലോസിസും അതുപോലെ മാൽന്യൂട്രീഷനും വെയ്റ്റ് ലോസും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫൈനലി, ആൻ ഓവർ ഡോസ് ഓഫ് എനി ഓഫ് ദ എസെൻഷ്യൽ ഡ്രഗ്സ് ക്യാൻ ലീഡ് ടു റെസ്പിറേറ്ററി ഓർ കാർഡിയാക് ഫെയിലിയർ ആൻഡ് ഡെത്ത്.
ഡ്രഗ്സ് ഒരുപാട് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കാർഡിയാക് അറസ്റ്റ്, അതായത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ മരണത്തിനുള്ള ചാൻസ് ഉണ്ട്. സെൻഷ്യൽ ഡ്രഗ്സ് അഫക്ട് ദ കെമിസ്ട്രി ഓഫ് ദ ബ്രെയിൻ സെൽ. സെൻഷ്യൽ ഡ്രഗ്സ് നമ്മുടെ ബ്രെയിൻ സെല്ലിൻ്റെ ആ ഒരു പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്നു. സെൽ ഫങ്ഷൻ ഇസ് ക്യാരിഡ് ഔട്ട് ബൈ തൗസൻഡ്സ് ഓഫ് എൻസൈംസ് ആക്ടിങ് വിത്തിൻ എ സെൽ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു സെല്ല് പ്രവർത്തിക്കണമെങ്കിൽ 1000ഓളം എൻസൈംസ് കൂടിയാണ് സെല്ലിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ഹൗ ദ സെൽ കെമിസ്ട്രി ആഡ്സ് അപ്പ്, ദ സെൽ എയ്തർ റീഇൻഫോഴ്സസ് ഓർ ഷിഫ്റ്റ്സ് ദ ഡോമിനൻസ് ഓഫ് സെൽ പാത്വേസ് ആൻഡ് ഹൂക്സ് അപ്പ്. Each exposure of the cells to psychoactive drugs sometimes alter their chemistry. So overuse of drugs may cause cell chemistry. അപ്പം സെല്ലിൻ്റെ ആ ഒരു പ്രവർത്തനത്തെ അത് ബാധിക്കുമെന്നാണ് പറയുന്നത്. Now, toxic chemicals can easily upset the delicate chemical balance of the brain's intricate system of communication. They may also cause damage cell tissue. അപ്പോൾ ഒരുപാട് ശരിക്കും ഡ്രഗ്സ് എന്ന് പറയുന്നത് ടോക്സിക് കെമിക്കൽസ് ആണ് അല്ലേ. ഈ കെമിക്കൽസ് നമ്മുടെ കെമിക്കൽ ബാലൻസിനെ തന്നെ ബാധിക്കും. അതുവഴി ബ്രെയിനിൻ്റെ ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ ബാധിക്കും. നിങ്ങൾക്കറിയാം, ബ്രെയിനാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കാര്യത്തെ തന്നെ ബാധിക്കും. അങ്ങനെ സെൽ ടിഷ്യൂവിനെ അത് ഡാമേജ് ഉണ്ടാക്കും. ടോക്സിക് ഇഫക്ട്സ് മേ ബി ട്രാൻസിറ്ററി ഓർ പെർമനൻറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ സെൽ ഡാമേജ്. സെൽ ഡാമേജിനെ അനുസരിച്ചിട്ട് ടോക്സിക് ഇഫക്ട്സ് എന്ന് പറയുന്നത് എന്താണ്, ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് നിൽക്കുന്നതായിരിക്കും, ചിലപ്പോൾ പെർമനൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ സെൽ ഡാമേജ്, സെല്ലിൻ്റെ ആദ്യത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഡ്രഗ്സിൻ്റെ യൂസേജിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ റെഡിയാവും. പക്ഷേ ചിലർക്ക് അത് പറ്റില്ല. അവർ പെർമനൻ്റ് ആയിട്ട് തന്നെ സെൽ ഡാമേജ് ഉണ്ടാവുകയും അവരുടെ ബോഡിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും അവരൊരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്യും. ദിസ് ആർട്ടിക്കിൾ ഫോക്കസസ് ഓൺ ദ ഇഫക്ട്സ് ഓഫ് ഡ്രഗ്സ് ഓൺ ദ ബ്രെയിൻ. This is not to minimize their effects on other parts of the body, for these can sometimes be more debilitating. So, this article focuses on the effect of drugs on the brain. അപ്പം ഈ ആർട്ടിക്കിൾ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ഡ്രഗ്സിൻ്റെ ഇഫക്റ്റിനെയാണ് ഈ ആർട്ടിക്കിൾ ഫോക്കസ് ചെയ്യുന്നത്. This is not to minimize their effects on other parts of the body, for these can sometimes be more debilitating. So, ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് ബ്രെയിനിനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ എന്നും മറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയെ ബാധിക്കുന്നില്ല എന്നും അല്ല. ശരിക്കും ഡ്രഗ്സ് എല്ലാ ബോഡി പാർട്ടിനെയും അഫക്റ്റ് ചെയ്യും, പക്ഷേ ബ്രെയിനിനെയാണ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഡാമേജ് ടു ദ ബ്രെയിൻ, ഹൗവർ, ഇസ് ദ മോസ്റ്റ് സബ്റ്റിൽ, മോസ്റ്റ് ഓഫൺ അൺറെക്കഗ്നൈസ്ഡ് ആൻഡ് ലീസ്റ്റ് അണ്ടർസ്റ്റുഡ് കോൺസിക്വൻസ് ഓഫ് ഡ്രഗ് അബ്യൂസ്. സോ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ബ്രെയിനിനെ ഇങ്ങനെയൊക്കെ ബാധിക്കും, അല്ലെങ്കിൽ ഇനിയും എന്തൊക്കെ തരത്തിലാണ് ബാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്റ്റിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ബ്രെയിനിലെ പ്ലഷർ സെൻറ്ററിനെ ബാധിക്കും, അതുപോലെ എന്താണ് ബ്രെയിനിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ ബാധിക്കും, ബ്രെയിൻ പിന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്യാതെ ആവും, നമ്മൾ ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളെ എപ്പോഴും ഉൾവലിഞ്ഞ് ജീവിക്കേണ്ടി വരും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇനിയും എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ബ്രെയിനിന് ഉണ്ടാവുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്റ്റിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പം ഇത്രയുമാണ് ഡ്രഗ് യൂസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന നമ്മുടെ ശരീരത്തിനും മനസ്സിനും അത് ഉണ്ടാവുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത്. അപ്പം ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. എനിക്കറിയാം ഇതൊരു എസ്സേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രൈ ടോപ്പിക്കാണ്, കഥ പോലെയൊന്നും കേട്ടിരിക്കാൻ പറ്റില്ല. എങ്കിലും നിങ്ങൾക്ക് കുറേ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ചെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ ഈ ഒരു ചാപ്റ്റർ ഡിഫിക്കൽട്ടായിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്ദി.